ഗായ്സ്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് ഏറ്റവും പുതിയ ഡോമിനാർ 400. കിടില സാധനം ട്ടാ, കിടില സാധനം. എങ്ങനെയുണ്ട്? ഒരു പക്ക സ്പോർട്സ് വണ്ടി എന്ന് വിളിക്കാട്ടാ നമുക്ക്. പക്ക സ്പോർട്സ് വണ്ടി എന്ന് വെച്ചാൽ ചെമ്പ് വണ്ടിട്ടാ. ആയിവ ആ ഫ്രണ്ടിലത്തെ ആ ഒരു വൈസറൊക്കെ നോക്കിയാ, അതിന്റെ ഒരു ക്വാളിറ്റി നോക്കിയേ, എന്തിട്ട ഭംഗിയല്ലേ, എന്തിട്ട ലുക്ക് അല്ലേ. നമ്മുടെ പുതിയ ഒരു ടൂർ കിറ്റ് എന്ന് പറഞ്ഞുള്ള സംഭവം സ്റ്റോക്ക് ആയിട്ടാട്ടാ വന്നേക്കണേ. ആ വൈസറിന്റെ ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഡോമിനാറിന്റെ ആ ഒരു പച്ച കളർ പെയിന്റ് പോയിക്കണൊക്കെ. അത് മാത്രമല്ല, നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ഒരു മിററൊക്കെ വന്നിട്ടുണ്ട്. ഈ മിറർ നമ്മുടെ മുമ്പുള്ള വണ്ടിയുടെ തന്നെ ആയിരുന്നു, പക്ഷെ ഇതൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കേട്ടോ, വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട്. ജാതി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ജാതി സ്ട്രോങ് കേട്ടോ, പിടിച്ചാൽ കിട്ടില്ല. അത് മാത്രമല്ല, ഒരു ആം ഗാർഡൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വൈസറിൻ്റെ ഒരു ക്വാളിറ്റി ഒരു വേറെ ലെവലായിട്ട്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടി നിൽക്കുന്ന രീതിക്കാണ്. പിന്നെ താഴെ നമുക്കൊരു 3 ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിക്ക്, 3 LED എന്നുള്ള രീതിക്ക് ഒരു ഇൻഡിക്കേറ്റർ കാണാം. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. പഴയ ഫസ്റ്റ് ഇറങ്ങിയുള്ള ഡോമിനാറിൽ നിന്നും ഈ ഒരു ഡോമിനാറിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളും അതുപോലെ തന്നെ എഞ്ചിൻ റിഫൈൻമെൻറ്റും ഒന്നും കൂടി കൂട്ടിയിട്ടാണ് ഏറ്റവും പുതിയ ഡോമിനാറിൽ കാണാൻ സാധിക്കുക. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന ആ ഒരു യൂണിറ്റ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടി ഓൺ ആക്കുമ്പോൾ ഒരു പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ ചെറിയ ലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ് വരുന്നത് കേട്ടോ. LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അത് നമുക്ക് ഡിമ്മും ബ്രൈറ്റ് ഉണ്ട്. ബ്രൈറ്റ് ഒക്കെ ഇട്ടുണ്ടല്ലോ, ചിന്നണ പോലെ ഇടി വെട്ടിയ പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഒരു USD 4 ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിലത്തെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ടെലസ്കോപ്പിക് 43 mm USD 4 വരുന്നത്. 135 mm ട്രാവലാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഫ്രണ്ടിലത്തെ ആ ലുക്കൊക്കെ നോക്കി, എൻ്റെ മോനെ ദൂരം നിന്നൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു തീയുണ്ടോ വരണ പോലെ കേട്ടോ. വണ്ടിയൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിക്കാണ് ആ ഒരു പവറൊക്കെ ഇരിക്കണേ. എനിക്ക് പേഴ്സണലി ബജാജിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഡോമിനാർ 400 കേട്ടോ. അതുപോലെ തന്നെ 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അതൊരു ഡുവൽ ടോൺ അലോയ്സ് ആണ് വരുന്നത് കേട്ടോ. ആ അലോയ്സിൽ നമുക്ക് ബ്ലാക്ക് ടോണും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു ടോണായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? പിന്നെ ഒരു കിഡിലെ ഒരു ഹൈലൈറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ. 0 to 100 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചക്കന് വെറും 7.1 സെക്കൻഡ് മതിട്ടോ. എൻ്റെ മോനെ അടിപൊളിയില്ലേ? ടാങ്കിന്റെ ഒരു ഭാഗത്തേക്ക് വരുമ്പോണ്ടല്ലോ റിയൽ മസിൽ മാൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കട്ടെ. ഒരു ജാതി ലുക്ക് എന്ന് പറഞ്ഞാൽ ജാതി ലുക്കാണ്. ആ ഡോമിനാറിന്റെ ഡി ഒക്കെ നോക്കിയാൽ ഫുൾ ഒരു ഫ്രീക്ക് കണ്ടീഷനിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഒരു താഴെ ഒരു സ്ക്രാച്ച് പ്രൂഫിനുള്ള ഒരു ഐറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2 മീറ്ററോട് കൂടിയിട്ടാണ് നമ്മുടെ വാഹനം ക്ലസ്റ്റർ വരുന്നത് കേട്ടോ. ഈ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒരു ഡുവൽ ടോൺ ടാങ്കും കൂടിയാണ്. അതായത് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബ്ലാക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം കൂളന്റ് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് വരുന്നത്. അതിൽ നമുക്കൊരു പകുതി കാണാൻ സാധിക്കും. കൂളന്റ് ഫില്ല് ചെയ്യുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാട്ടാ. എഞ്ചിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ, 400 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് DOHC 4 വാൾവ് ലിക്വിഡ് കൂൾഡ് ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാട്ടാ പറഞ്ഞ. എൻ്റെ മോനെ, മിഷീനൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാട്ടാ. മിഷീനെ ഓടിച്ചു കഴിഞ്ഞാലേ ഒന്നും പറയല്ല. പിന്നെ ഈ ബജാജ് എന്നുള്ള ആ ഒരു ലോഗോന്റെ ചുറ്റിലും നമുക്കൊരു പ്രത്യേക കളറിലുള്ള ഒരു ആവരണമൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് വാഹനത്തിന്റെ ആ ഒരു എഞ്ചിന്റെ ഒരു ഭാഗത്തുള്ള മൊത്തം ഒരു പ്ലാസ്റ്റിക് കിറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ ഈ ഏറ്റവും പുതിയ ബജാജ് 400 ഉണ്ടല്ലോ, ഈ ഡോമിനാറിൽ വൈബ്രേഷൻ ഒന്നും കൂടി കുറച്ചിട്ടാണ് ഇറക്കിയേക്കണേ. അതുപോലെ സ്പ്ലിറ്റ് സീറ്റുകളാണ് വരുന്നത്. നമ്മുടെ റൈഡറിനും പിലിയനും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ഡീന്ന് കാണാൻ സാധിക്കും. പിലിയാണ് ബാക്ക് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, അതായത് ബാക്ക് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വെടിയുണ്ട പോണ പോലെ ഇതിന്റെ പവർ ആയതുകൊണ്ട് തന്നെ ബാക്കിലത്തെ ആ ഒരു സപ്പോർട്ട് ഭയങ്കര ഉപകാരമായിട്ട് പിലിയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കാണാനായിട്ട്. കണ്ട ആ ഒരു ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലാട്ടോ വരുന്നത്. ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. അത്രയും കംഫർട്ട്നെസ് കൂട്ടിയിട്ടാണ് ഏറ്റവും പുതിയ ഡോമിനാർ 400 ഇറക്കിയാണ്. ഈ വാഹനത്തിന്റെ പവർ എന്ന് പറയുന്നത് 40 PS പവറും ടോർക്ക് എന്ന് പറയുന്നത് 35 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഡോമിനാറിന്റെ ഡി ഒക്കെ നോക്കി, ഫ്രീക്കന്മാരുടെ ഫ്രീക്ക് വണ്ടിട്ടാ. ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2156 mm, വീൽ ബേസ് എന്ന് പറയുന്നത് 1453 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 1112 mm, അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 836 mm ആണ് കേട്ടോ വരുന്നത്. താഴെ ഒരു ഗിയർ ഷിഫ്റ്ററിന്റെ അവിടെ ഒക്കെ നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സസ്പെൻഷനെ പറ്റി പറയുമ്പോണ്ടല്ലോ, മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആട്ടോ ബാക്കിൽ വരുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ആയിക്കോട്ടെ ഒരു LED ട്യൂബൊക്കെ ആയിട്ടാണ് വരുന്നത്. ബാക്കിലത്തെ ടയറിനൊക്കെ അത്യാവശ്യം നല്ല വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്വിൻ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഇതിൽ വരുന്ന ഒരു ആ സൗണ്ട് നോട്ടിലുണ്ടല്ലോ അല്പം കൂടെ ബാസ് കൂട്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ വാഹനം ഓണാക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിച്ചുതരാം. നമ്മുടെ ഡോമിനാർ 2 വേരിയന്റുകളായിട്ടുള്ള കേട്ടോ. ഒന്ന് ടൂർ എന്ന് പറഞ്ഞുള്ള ഒരു മോഡലും അതുപോലെ തന്നെ നോർമൽ മോഡൽ, ഇതിന് മുമ്പുള്ള ഡോമിനാർ എന്നുള്ള പറഞ്ഞുള്ള മോഡൽ. ഈ ടൂർ എന്ന് പറഞ്ഞുള്ള ഒരു മോഡലുണ്ടല്ലോ, ഡോമിനാർ ടൂർ എന്ന് പറഞ്ഞുള്ള 400 cc മോഡലിന് 2,59,000 ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ ഈ ടൂർ മോഡൽ 250 cc വരുന്നുണ്ട്, അതിന് 2,31,000 വരുന്നത് കേട്ടോ. അത് മാത്രമല്ല 5 കൊല്ലം അല്ലെങ്കിൽ 75,000 കിലോമീറ്ററാണ് നോർമൽ വാറണ്ടി വരുന്നത്. വെറും 50,000 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്പ് സ്പോർട്സ് ബൈക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ആ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ നോക്കി എന്തിട്ട് ഭംഗിയില്ലേ, ഒരു രക്ഷയില്ല എന്നാണ്, ഒരു രക്ഷയില്ല.
ഗൈസ് നമുക്ക് ചെക്കൻ്റെ മേത്തൊന്ന് കയറി നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഹനം ഓണാക്കി വെക്കാലോ. എന്തൊരു ലെവലല്ലേ, എന്തൊരു ലുക്കല്ലേ. ഒരു പക്ക ടൂർ ബൈക്ക് കിട്ടാ. നമുക്കൊരു പകുതി ഒരു ഹാഫ് ടൂറിങ് പർപ്പസിനൊഴികെ നമുക്കൊരു ഓഫ് റോഡിങ് പർപ്പസിനും ഈ വാഹനം കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. പകുതിയായിട്ട് നമുക്ക് 2 ക്ലസ്റ്റർ കാണാം. ഒന്ന് ചെറിയ ക്ലസ്റ്ററും ഒന്ന് ഒരു വലിയ ക്ലസ്റ്ററും. നമുക്കൊന്ന് വാഹനം ഓണാക്കി വെക്കാം. ആയിവാ എന്തൊക്കെ കാര്യങ്ങളല്ല അതിൻ്റെ അകത്തുനിന്ന്. നമുക്കൊരു RPM മീറ്റർ കാണാം, അതുപോലെ ഡിസ്റ്റൻസ് ടു എംറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ പെട്രോൾ എന്തോരം കാണിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വാർണിംഗ് ലൈറ്റ് അവിടെ കത്തിയെടുക്കുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് അലർട്ട്, ABSന്റെ ഒരു ലൈറ്റ് കത്തി കിടക്കണം കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യും. പിന്നെ ഇത് ഫോൺ വെക്കാനുള്ള ഒരു ഹോൾഡറാണ്. നമ്മൾ എക്സ്ട്രാ ഒരു ഹോൾഡർ സെറ്റ് ചെയ്ത് വെച്ചാൽ വാഹനം തന്നെ സ്റ്റോക്ക് കണ്ടീഷനിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വെക്കാൻ പറ്റും. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ഹാൻഡിൽ ബാർ ഇവിടെ നമുക്കൊരു ഡിമ്മും ബ്രൈറ്റ് ഉണ്ട്, പാസ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ താഴ്ഭാഗത്തേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ഹോണ്, യൂണിവേഴ്സൽ ഹോൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട് റെഡ് കളറിൽ. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്, താഴ്ഭാഗത്ത് കാണാം. കണ്ട, ഇത് എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് അലർട്ട് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. താഴെ വാഹനം ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച്. പിന്നെ റീഫ്യൂലാന്ന് കാണിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എടുത്തിട്ട് നമുക്കൊന്ന് വാഹനം ഒന്ന് ഓൺ ആക്കി വെക്കാലോ. മൊത്തത്തിൽ ചെക്കൻ്റെ സൗണ്ട് കേട്ട് വെക്കാലോ. എൻ്റെ തീയുണ്ട സൗണ്ട് എന്ന് പറഞ്ഞാൽ തീയുണ്ട സൗണ്ടായിട്ട് ജാതി ബാസാട്ടാ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കത് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ കൂടെ കേൾപ്പിച്ച് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ക്വാളിറ്റി സൗണ്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സൗണ്ട്. അങ്ങോട്ട് മൂളിച്ച് അങ്ങോട്ട് പോകാൻ പറ്റൂട്ടാ. ആയിവ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ഇതിന് മുമ്പുള്ള ഒരു ഡോമിനാറിൽ നിന്നും അല്പം ബാസ് കൂടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം കേട്ടാ. സെറ്റായിട്ടില്ലേ? ഇതാണ് നമ്മുടെ മെയിൻ ക്ലസ്റ്റർ എന്ന് പറഞ്ഞ സംഭവം. ആനപ്പോൾ റീഫ്യൂലായി തന്നെ അതിൽ റീഫ്യൂലിന് എഴുതി കാണിക്കാനാണ്. സ്പീഡോമീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഓഫ് ആക്കി നമ്മൾ. ഇതാണ് മൊത്തത്തിലെ ക്ലസ്റ്ററിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇനി താഴെയുള്ള നമ്മുടെ ടാങ്കുമുള്ള രണ്ടാമത്തെ ഒരു ക്ലസ്റ്റർ നോക്കിയാൽ ഒരു ചെറിയൊരു ക്ലസ്റ്റർ. ഇതിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നുണ്ട്, വാഹനത്തിൻ്റെ ടൈം കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ, സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ട്രിപ്പ് A, ട്രിപ്പ് B ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ചെറിയൊരു ക്ലസ്റ്ററിൽ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ വാഹനത്തിൽ E20 ഫ്യൂലൊക്കെ അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഈ വാഹനത്തിൻ്റെ ഏകദേശം മൈലേജ് എന്ന് പറയുന്നത് 45 to 50 ഉള്ളിൽ കിട്ടും. നല്ല രീതിയിൽ നമ്മുടെ ഒരു ഓഫ് റോഡിങ് പർപ്പസ് അല്ല, ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൃശ്ശൂരിലുള്ള പുഴയ്ക്കലുള്ള ഗ്രാൻഡ് ബജാജാണ് നമുക്കിന്ന് ഈ ഡോമിനാർ 400cc റിവ്യൂ ചെയ്യാൻ തന്നേക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ അവൈലബിൾ ആണ്. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യണേ.